പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, സാബത്ത് ദിനത്തില് നന്നായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് അറിയാം. ഇന്നലെ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ, നന്നായിരുന്നു കേട്ടോ. ശരിക്കും ഇന്നലെ അച്ഛൻ്റെ ഇടവേല ഹോം മിഷന്റെ കാര്യം പറഞ്ഞില്ലേ, ധാരാളം സമയമെടുത്ത്, കുടുംബത്തിൽ സമയമെടുത്ത് പ്രാർത്ഥിച്ച് ടൈം ടേബിൾ പ്രകാരം ഓടിയില്ല, കുറേ സമയങ്ങൾ എടുത്തു. എന്നാലും അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായിരുന്നു. തുറന്ന് പങ്കുവെക്കാൻ പറ്റിയാൽ തന്നെ അത് പ്രത്യേകമായിട്ട് വൈദികരോട് അല്ലെങ്കിൽ സമർപ്പിതരോട് സിസ്റ്റേഴ്സിനോടൊക്കെ ആണെങ്കിൽ വലിയൊരു ബ്ലെസ്സിങ് ആയി എന്ന് ശരിക്കും ഇന്നലെ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. പിന്നെ നോക്കിയേ, നമ്മൾ 10 ആഴ്ചകളിൽ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള, കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ചു. തുടർന്ന് 9 ആഴ്ചകളാണ് നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി നല്ല കുമ്പസാരം കഴിച്ച് അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ പ്രകടമായ വിധത്തിൽ ദൈവശക്തി വെളിപ്പെടും എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് റോമർക്ക് എഴുതിയ ലേഖനം 16-17. അവിടെ ഈ ഒരു കാലഘട്ടത്തിന്റെ വചനമാണ്. വചനം പറയാണ്, സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പൊ ഇപ്പൊ മാത്രമല്ല സഹോദരങ്ങളെ, സഭയുടെ ആരംഭകാലം, അതായത് AD 100 മുൻപ് തന്നെ ഭിന്നിപ്പ്, പിളർപ്പ്, ദുർമാതൃക ഉണ്ടായിരുന്നു. നമ്മൾ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, വചനം പറയാണ്, അവരെ നിരാകരിക്കുവിൻ. എപ്പോഴും സഭയുടെ കൂട്ടായ്മയിൽ പ്രിയ സഹോദരങ്ങളെ ഒരു മെത്രാനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അത് ഒരു അഭിഷേകത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ കാലഘട്ടത്തില് ന്യൂസിൽ അങ്ങനെ വരുന്നു, പിന്നെ മനോരമയിൽ ഇങ്ങനെ വരുന്നു, 24-ൽ ഇങ്ങനെ വരുന്നു, ഏഷ്യാനെറ്റിൽ ഇങ്ങനെ വരുന്നു, പിന്നെ കുറെ ചാനലുകൾ വേറെ ഉണ്ടാവും, കുറെ ഉണ്ടായിരിക്കും, അങ്ങനെ പല സംഭവങ്ങളുണ്ടാകും. അപ്പൊ അത് പ്രിയ സഹോദരങ്ങളെ, നമ്മളതിനെ ജസ്റ്റ് നോക്കി നമ്മളത് അവസാനിപ്പിച്ച് അത് തലയിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരിക്ക് ഹൃദയത്തിന്റെ ആ ആനന്ദം പിശാച് തട്ടിയെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. വേറൊരു കാര്യം കൂടി കേട്ടോ, നമ്മൾ സത്യവിശ്വാസം പഠിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും യുകാറ്റിലും എന്തൊക്കെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. നമ്മൾ ഈ മനോരമയും അല്ലെങ്കിൽ അവരൊക്കെ പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മൾ ശരിക്ക് വിശ്വാസത്തിൽ കാത്തലിക് ചർച്ച് ഏത് സംഭവമാണെങ്കിലും അതിൻ്റെ ഒഫീഷ്യൽ ഡോക്ട്രിൻസ് എന്ത് പറയുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, യുകാറ്റ്. ഇതൊക്കെ നമ്മളിന്ന് വെറുതെ ഒന്ന് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ നഷ്ടധൈര്യരാകരുത്. എനിക്കറിയാം കുറേ സഭയെ ശരിക്കും സ്നേഹിക്കുന്ന മക്കള് എല്ലാ മേഖലയിലും എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാകും. അവർക്ക് ഭയങ്കര വേദനയിലാണ്. നമുക്ക് പ്രത്യേകമായിട്ട് സഹോദരങ്ങളെ, ഭിന്നിപ്പിന്റെ ഒരു വ്യക്തിയെ വിമർശിച്ച് എനിക്ക് തോന്നുന്നില്ല സഹോദരങ്ങളെ മനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവെ ഈ പ്രതികൂലത്തിൽ ഇടപെടണമേ. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവെ, ഇന്ന് ഞങ്ങളുടെ സീറോ മലബാർ സഭ ഒരു പ്രശ്നത്തിലാണ്. ഇന്ന് ഞങ്ങളുടെ അല്ലെങ്കിൽ ഭാരത സഭ അല്ലെങ്കിൽ ആഗോള സഭ ഒരു പ്രശ്നത്തിലാണ്. ദൈവമേ ഇടപെടണമേ. അങ്ങനെ പറഞ്ഞ് നമ്മളെ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഈ ചാനലുകളും അവരൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ തലയിൽ കുറെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഫെയ്ത്ത് തന്നെ അത് നശിക്കും. അതുകൊണ്ടാണ് അവരെ നിരാകരിക്കുവാൻ ആ ഭാഗം നോക്കിയേക്കരുത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന്റെ അഭിഷേകം മനസ്സിലാക്കാനും അതുപോലെ ശരിക്കും സത്യവിശ്വാസം പഠിക്കാനും പരിശീലിക്കാനും വേണ്ട ദൈവകൃപ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഒരു ദിവസം വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.